സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ടതായ നല്ല രാത്രിയുടെ നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് രാത്രിയിൽ കർത്താവെ ഫേസ്ബുക്ക് പേജിൽ അങ്ങയുടെ വചനമായി വരുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം അവിടുന്ന് സഹായിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രൂപ്പിനെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ അഗ്നായിരിക്കുന്ന ബാബുപാഷത്തിന്റെ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ സംസാരിക്കാൻ അടികളെ ബലപ്പെടുത്തണം. ആദിയോടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെ നാം എല്ലാവരും കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എക്സോസ് മീഡിയ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയെ ദൈവം ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുമായി അരിപ്പാൻ സർവശക്തനായ ദൈവം എടുത്ത് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യാണ്. ഇന്ന് രാത്രി നിങ്ങളുമായി സംസാരിപ്പാൻ ദൈവത്തിന്റെ വചനം അതിന്റെ മീക 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യാണ്. മീകയുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് നിങ്ങളുമായി സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. വളരെ അനുഗ്രഹപ്പെട്ടതായ ഒരു ആത്മീയ സന്ദേശമാണ് മീക 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഇവിടെ വായിക്കുകയാണ്, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. രണ്ട് കാര്യങ്ങൾ ആ തുടക്കത്തിൽ പറയുന്നു. അവിടുത്തെ അടുത്ത കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യഹോവയിലേക്ക് നോക്കുന്ന ഒരു അനുഭവം ആണ് അവിടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് സ്തോത്രം കാത്തിരിക്കുന്ന ഒരു അനുഭവം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം ഒരുങ്ങിയിരിക്കുന്ന, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്തോത്രം വ്യക്തിത്വത്തിന്റെ നിലവിളിയെ ദൈവം കേൾക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സ്തോത്രം. ദൈവത്തോട് ആര് നിലവിളിച്ചാലും അവരുടെ നിലവിളിയെ കേൾക്കുന്നവനാണ് ദൈവം. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുന്ന പശ്ചാത്തലത്തിൽ സ്തോത്രം മുമ്പിൽ നേരെ നോക്കി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വെള്ളം അല്ലെങ്കിൽ ഈ ഒരു കടല് കടന്ന് എങ്ങനെ പോകും എന്നതിനെ കുറിച്ചുള്ള വേദനയുടെ വാക്കുകൾ ഇസ്രായേൽ ജനത്തിന്റെ അതിരത്തിൽ പുറപ്പെടുമ്പോൾ ഈ പറയുന്നതായ കാര്യാദികൾ മോശയോട് നിലവിളിച്ച് പറയുമ്പോൾ വളരെ അസ്വസ്ഥനായിട്ട് വളരെ വേദനയുടെ അനുഭവത്തിൽ സ്തോത്രം മോശയെ നയിച്ച ഇസ്രായേൽ ജനത്തെ നയിച്ച അഖിലാണ്ടത്തിന്റെ ഉറവിടമായ തേജോമനായ ദൈവത്തോട് മോശ നിലവിളിക്കുകയാണ്. അപ്പോൾ മുമ്പിലും പ്രതികൂലം പിമ്പിലും പ്രതികൂലമാകുന്ന ഈ പശ്ചാത്തലത്തിൽ വളരെ അസ്വസ്ഥനായിരിക്കുന്ന ഈ മോശ ജനത്തിന്റെ ഒരു വശത്ത് ജനത്തിന് നിലവിളി കേൾക്കുന്നു, മറുഭാഗത്ത് ശത്രുക്കൾ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കാൻ നോക്കുന്നു. അക്കരെ കടക്കാൻ കഴിയാതെ വണ്ണം ചെങ്കടൽ വാ തുറന്നു നിൽക്കുന്ന ഒരു 3 ശൂന്യത അല്ലെങ്കിൽ 3 പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സ്തോത്രം എന്ത് ചെയ്യാൻ കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായിട്ട് നിൽക്കുന്ന മോശ തന്നെ നയിച്ച, തന്നെ അയച്ച, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തന്റെ കാര്യാദികൾക്ക് വേണ്ടി മറുപടി തരുന്ന സർവശക്തനായ ദൈവത്തോട് മോശ നിലവിളിക്കുവാനിടയാ തുറന്നു. വളരെ അസ്വസ്ഥനായിട്ടാണ് അവൻ ദൈവത്തോട് നിലവിളിച്ചത്. കാരണം
ജനത്തിൻ്റെതായ പെറുപെറുപ്പിന്റെ വാക്കുകൾ മോശയുടെ ചെവിയിലേക്ക് കേൾക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു. മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചോണ്ട് വന്നു. അവർക്ക് വേണ്ടി സകല കാര്യം ചെയ്തു കൊടുത്തു. അവരെ നന്നായി നയിച്ചു. എല്ലാം ചെയ്തിട്ടും സ്തോത്രം എനിക്കെതിരായിട്ട് പെറുപെറുപ്പെന്നുള്ള ചിന്താഗതിയിൽ വളരെ അസ്വസ്ഥനായിട്ട്, വളരെ ടൈഡനായിട്ട്, വളരെ വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശേ, നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നത്? നീ അസ്വസ്ഥനാണെന്ന് എനിക്കറിയാം മോശേ. നീ പെറുപെറുപ്പ് കേട്ട് തളർന്നവനാണെന്ന് എനിക്കറിയാം മോശേ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളുമായി നീ കണ്ടു മോശേ എന്നൊക്കെ പറഞ്ഞ സ്തോത്രം മോശയെ ദൈവം ബലപ്പെടുത്തുമ്പോൾ സ്തോത്രം അവൻ ദൈവിക വാക്കിനാൽ അവൻ ബലപ്പെട്ട് ദൈവം പറഞ്ഞതുപോലെ മുന്നോട്ട് നടക്ക എന്ന് പറഞ്ഞപ്പോ തന്നെ ഇസ്രായേൽ ജനത്തിനുമായി മുമ്പോട്ട് നടന്ന് പ്രതികൂലങ്ങൾ ഇവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ പ്രതികൂലങ്ങളെ ജയിക്കത്തക്കവണ്ണമുള്ള ദൈവിക പ്രവൃത്തി സ്തോത്രം ചെങ്കടലിന്റെ അകത്തറങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാത്തുന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ അകത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അവൻ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ നീ ദൈവസന്നിധി കാത്തിരിക്കുന്ന ഒരു തലമുറയാണോ? ദൈവത്തോട് പ്രാർത്ഥന ചോദിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? സ്തോത്രം മുട്ടുമടക്കി ദൈവത്തോട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? എങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സ്തോത്രത്തിന്റെ കാത്തിരിപ്പിന് മറുപടിയുണ്ട്. സ്തോത്രം നീ നോക്കുന്നതിന് മറുപടിയുണ്ട്. അവൻ കാത്തിരുന്ന വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിച്ചു. അവൻ നോക്കിയ വിഷയത്തിനകത്തറകളിൽ ദൈവം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിനെ ശ്രമിക്കുന്നവരാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവം പറയുന്നു, സ്തോത്രം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഞാനോ യഹോവയിലേക്ക് നോക്കും. കർത്താവിന്റെ സ്തോത്രം നാമത്തെ ഉയർത്തുന്ന, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ നോട്ടം ദൈവത്തിലേക്കാണ്. സ്തോത്രം. ഈ ലോകക്കാരിലേക്കല്ല നമ്മുടെ നോട്ടം, ലോകത്തിന്റെ അധികാരങ്ങളിലേക്കല്ല നമ്മുടെ നോട്ടം. കാരണം മോശ നോക്കി ഒറ്റ ഒരാളേ ഉള്ളൂ, അവനെ അയച്ച ദൈവത്തെ മാത്രം. എന്നാൽ ഇസ്രായേൽ ജനം കണ്ടതും ഇസ്രായേലും നോക്കിയതും ചിന്താഗതി എന്താണ്? ഫറവോന് ഞങ്ങൾ അടിമവേല ചെയ്ത് നല്ലതായിരുന്നു, അവിടെ ആയിരുന്നു നല്ല അനുഭവങ്ങൾ, നല്ല സീസൺ അവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പെറുപെറുക്കുന്ന അനുഭവത്തിൽ ആ ജനങ്ങൾ ഇങ്ങനെ അസ്വസ്ഥ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നോക്കിയവരാരും സ്തോത്രം തളർന്നു പോകത്തില്ല. സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്ന ആരും ഉടഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവാകത്തില്ല, എന്റെ സമർപ്പണം ഒരിക്കലും വൃഥാവാകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയിൽ ഈ ദൈവദിനം കേൾക്കുന്ന എന്റെ ജീവിതം ഒരിക്കലും വൃഥാവാകത്തില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള അഖിലാണ്ടത്തിന്റെ ഉറവിടമായ ദൈവം എന്റെ കാത്തിരിപ്പിന് ഒരു ദൈവീയ പദ്ധതി ഒരുക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവം ഒരു വിജയം കൈമാറാൻ പോവുകയാണ്. ആരെല്ലാം എന്തെല്ലാം പറയട്ടെ, നമുക്ക് എതിരായിട്ട് പറയാൻ ഒത്തിരി പേര് കാണാൻ സാധ്യതയുണ്ട്, ഒത്തിരി പേര് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓർത്തോണം, ഇവരെല്ലാം നമ്മുടെ വീഴ്ചകൾ കാണാൻ സന്തോഷിക്കുന്നവരാണ്. ഉയർച്ചകളെയല്ല ഇവർ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വീഴ്ചകളെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചവർ നാളെ നമുക്ക് ശത്രുക്കളായി മാറുകയാണ്. ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. പക്ഷെ ദൈവം നിന്റെ ഉയർച്ച കണ്ട് ദൈവം നിനക്ക് ശത്രുവാകുകയല്ല ചെയ്തത്. ദൈവം വീണ്ടും നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സ്തോത്രം അനുഭവത്തിൽ നിന്റെ ജീവിതത്തിന്റെ അകത്തറങ്ങളിൽ വീണ്ടും വീണ്ടും ദൈവം പ്രവർത്തിക്കുകയാണ്. മനുഷ്യൻ അസൂയപ്പെടും പ്രിയപ്പെട്ടവരെ, ലോകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഓർത്തോളം, വീഴ്ചക്കകത്തളങ്ങളിൽ എല്ലാവരും ചിരിക്കുന്നതായ പശ്ചാത്തലങ്ങൾ കടന്നു വരുമ്പോൾ, അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ഒരിക്കൽ ദാവീദ് സ്തോത്രം താൻ കുഴഞ്ഞ ചേറ്റിന്റെ അനുഭവത്തിലേക്ക് താൻ കടന്നു പോവുകയാണ്. എപ്പോഴും ദാവീദ് പ്രാർത്ഥന മനുഷ്യനാണെന്നുള്ള കാര്യാദികളെ നാം മറന്നു പോകരുത്. വളരെ സമർപ്പണമുള്ളവനാണ്, വളരെ പ്രാർത്ഥനാശീലമുള്ളവനാണ്.
ഏത് സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സ്തോത്രം ദൈവമായിട്ട് സ്തോത്രം ബന്ധത്തിലാകുകയും ദൈവമായിട്ട് പ്രാർത്ഥന പങ്കിടുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്തോത്രം ദാവീദ്. തന്റെ ജീവിതത്തിൽ താഴ്ചയുടെ അനുഭവങ്ങൾ കടന്നു വന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞു, അവൻ ആരാധിക്കുന്നവനാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ താഴ്ചയുടെ അനുഭവം വന്നപ്പോൾ തന്നെ രക്ഷിക്കുവാൻ, താൻ സ്നേഹിച്ചവനാരും തന്നെ രക്ഷിക്കുവാനില്ലാത്ത സ്തോത്രം എല്ലാവരാലും കൈവിടപ്പെട്ടവനായിട്ട് അവൻ അവശേഷിക്കുകയാണ്. എന്നാൽ താഴ്ചയിൽ കിടന്നുകൊണ്ട് തന്നെ സ്തോത്രം അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. താൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന മനസ്സിലായിരിക്കുന്ന ദാവീദിന്റെ പ്രാർത്ഥന ലോകം കേൾക്കുന്നില്ല. നെറ്റിൻ്റെതായ എന്തോ തടസ്സമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കട്ടായി പോവുകയാണ്. നമുക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദാവീദ് എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് സ്വന്തം താഴ്ചയിലേക്ക് പോകുക. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്നത് പോലെ തന്റെ നിലവിളി കേൾക്കുവാൻ ആരുമില്ല. ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ ഒരു അപകടം പറ്റിയാൽ മാറിയിരുന്ന 10,000 സെൽഫി എടുത്ത് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ അയക്കുന്ന കാലഘട്ടമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഴ്ചയിൽ നമ്മെ ഇവിടെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. നാം ആരൊക്കെ സ്നേഹിച്ചോ അവരെല്ലാം നമുക്ക് ആരായി മാറുക? ശത്രുക്കളായി മാറുക. നമ്മുടെ വീഴ്ചയാണ് അവർക്ക് ആവശ്യം, നമ്മുടെ താഴ്ചയാണ് അവർക്ക് ആവശ്യം. അവർക്ക് നമ്മുടെ ഉയർച്ചയോട് അവർക്ക് ബന്ധമില്ല. നീ അനുഗ്രഹപ്പെടണമെന്ന് ഒരു വാക്ക് പോലും അവർ പറയുന്നില്ല. നമ്മുടെ വീഴ്ചയാണ് അവർക്ക് എപ്പോഴും ആഗ്രഹം. എന്നാൽ വീഴ്ച കിടക്കുന്ന ദാവീദിന്റെ നിലവിളിയെ ലോകം കേട്ടിട്ടും കേൾക്കാത്ത മട്ടി പോയപ്പോൾ സ്തോത്രം തന്റെ നിലവിളിയെ സർവശക്തനായ ദൈവം കേൾക്കുവാനിടയാത്തു. ഇന്ന് രാത്രി ഓർത്തണം, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലത്തിൻ്റെതായ അവസ്ഥകൾ കടന്നു വന്നാലും, ആരെല്ലാം കൈവിട്ടാലും, ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിനെ നാം വിശ്വസിക്കുവാൻ ഇടയാത്തീരണം. നമുക്കറിയാം, സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി പുസ്തകം വായിക്കുമ്പോൾ സ്തോത്ര യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള സ്തോത്രം തബീത അനേകർക്ക് ഒത്തിരി സഹായിയായ ഒരു വ്യക്തിത്വമായിരുന്നു. നല്ലൊരു കർത്തൃദാസി എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ നിന്ന് ഒരു സഹോദരിയാണ്. തബീതയ്ക്ക് പെട്ടെന്നൊരു സ്തോത്രം താൻ പെട്ടെന്ന് ലോകത്തോട് മൺമറയുന്ന അനുഭവത്തിലേക്ക് തന്നെ എത്തുവാനിടയാ തുറന്നു. ലോകം സ്തോത്രം അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ജീവനില്ലാത്തവളെ പോലെ സ്തോത്രം ഡെഡ് ബോഡി അവശേഷിക്കുകയാണ്. തബീത സ്തോത്രം മരിച്ചു എന്ന് ആ ദേശക്കാർക്കെല്ലാം സ്തോത്രം അറിവ് ലഭിച്ചപ്പോൾ തബീത തുന്നിച്ചേർത്ത കുമ്പായങ്ങൾ സബീതയുടെ മുന്നിൽ നിന്ന് വിലാപഗീതം പോലെ അവർ പാടിയത് സ്തോത്ര വിഷമങ്ങൾ പങ്കിടുന്ന സമയത്താണ് പത്രോസ് പറഞ്ഞ കാര്യം, ഇവരെല്ലാം നിങ്ങൾ പുറത്താക്കുവിൻ. കാരണം പത്രോസ് ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. പത്രോസ് ഒരു ദൈവത്തിന്റെ വിശ്വസ്തദാസനാണ്. താനും തബീതയും മാത്രം അകത്ത് കയറി വാതിലടച്ച് പത്രോസ് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ച ജീവൻ നഷ്ടപ്പെട്ടു പോയി ഡെഡ് ബോഡിയായി അവശേഷിക്കുന്ന തബീതയുടെ അകത്തേക്ക് ജീവന്റെ സ്തോത്രം അനുഭവങ്ങൾ ഉണ്ടാകുവാനിടയാ തുറന്നു. ഓക്കെ, പ്രാർത്ഥന അത്രമാത്രം ശക്തിയുള്ളതാണ്. സ്തോത്രം പ്രാർത്ഥനയെ ആർക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥന ആർക്കും കെട്ടിവെക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, തബീത മരിച്ചുപോയി, ജീവനില്ലാത്തവളെ പോലെ വിലാപഗീതങ്ങൾ തബീത ഉണ്ടാക്കിയ കുപ്പായങ്ങൾ വീശി വീശി സ്തോത്രം വല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടെ ആ വീടിന് വിലാപ ഭവനമായി മാറേണ്ട പശ്ചാത്തലത്തിൽ കൂടെ അവർ കടന്നു പോകുന്ന സമയത്താണ് പത്രോസ് ഉണ്ടെന്നുള്ള സ്തോത്രം ആ കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ച് ഭക്തനെ സ്തോത്രം അങ്ങോട്ട് അയക്കുവാനിടയാ തുറന്നു. അവിടെ വായിക്കുമ്പോൾ അതിന്റെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോൾ
അതിന് 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 36-ാം അധ്യായം യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീര എന്ന പേരുള്ള ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ധീരം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. യോപ്പയിലേക്ക് സമീപമായാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്, നീ താമസിയാതെ ഞങ്ങൾ അടുക്കളോളം വരണമെന്ന് അപേക്ഷിച്ച് 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് ചെന്ന്, നമ്മൾ അതിന്റെ വാക്യം വായിക്കുമ്പോൾ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമുണ്ട്: പത്രോസ് എല്ലായിടവും സഞ്ചരിക്കാൻ ലുദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്ന് അവിടെ പക്ഷാപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനോസ് എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനോസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറയാനെടുത്തത്. അപ്പോൾ സ്തോത്രം, തന്റെ ശുശ്രൂഷകൾ ആ ദേശത്ത് വിജയമായി മാറിയതിന്റെ അടിസ്ഥാനത്തിൽ താൻ അവിടെ ഉണ്ടെന്നുള്ള വിവരം അതേ ശിഷ്യന്മാർ കേട്ട്, അധികാരികൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതേ സ്തോത്രം, അതേ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത മരിച്ചു എന്ന വിവരം അതേ സ്തോത്രം പത്രോസിനെ അറിയിക്കുവാനിടയാൻ പോകുന്നത്. ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞവനാണ് പത്രോസ്. യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കൂ എന്ന് അതേ ഐനോസിനോട് പത്രോസ് പറഞ്ഞ് അവൻ സൗഖ്യമാക്കി, നീ തന്നാൻ കിടക്ക വിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അതേ സ്തോത്രം ഉറപ്പ് കൊടുത്ത് അവനെ സൗഖ്യം കൽപ്പിച്ച് അല്ലെങ്കിൽ സൗഖ്യമായ കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കുന്ന സമയത്താണ് അതേ പത്രോസിനെ അധികാരികൾ വന്ന് വിളിച്ചോണ്ട് പോകുന്നത്. നീ വേഗം ഞങ്ങൾ അടുക്കളയോട് വരണം, അതേ സ്തോത്രം, നീ ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് അവനെ ക്ഷണിക്കുക. അപ്പോൾ അധികാരമുണ്ടെന്ന്, അതെ, അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ള കാര്യം ആ ദേശക്കാർ അറിഞ്ഞത് കൊണ്ടല്ലേ അത് മരിച്ചുപോയ തബീതയുടെ അകത്തളങ്ങളിൽ ഒരു ജീവന്റെ തുടുപ്പ് വരുവാനിടയാത്തുള്ളത്. ഇന്ന് രാത്രി ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിന്റെ ഉടമയാണോ നിങ്ങൾ എങ്കിൽ ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം, അതേ നാം കണ്ടിട്ടില്ലാത്ത അതേ ചില പ്രവൃത്തികൾ, ചില കാര്യാധികൾ അതേ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യിക്കാനും അത് കാണാനും നാം പോവുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ അതേ സ്തോത്രം ഒത്തിരി പ്രാർത്ഥിച്ചതാണ് പാസ്റ്ററെ എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അത്രയും പ്രാർത്ഥിച്ചതുപോലല്ല ഇനിയുള്ളതിന്റെ പ്രാർത്ഥനയിൽ, ഇനിയുള്ള നിങ്ങളുടെ ആരാധനയിൽ, ഇനിയുള്ളതായി നിങ്ങളുടെ നിലവിളിയിൽ അതേ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള അത് ദൈവികമായ പ്രവൃത്തികൾ അതേ നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അതേ സ്തോത്രം, ഞാൻ മുമ്പ് പറഞ്ഞ അന്യന്റെ കണ്ണാലല്ല, എന്റെ സ്വന്തം കണ്ണാൽ അതേ സ്ഥലം ചില കാഴ്ചകൾ ഞാൻ കാണാൻ പോവുകയാണ്. ഇവിടെ പറയാണ്, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷ ദൈവത്തിനെ ഞാൻ കാത്തിരിക്കും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഈ 3 കാര്യാദികൾ, ഒന്ന് കാത്തിരിപ്പ്, അവന്റെ സ്തോത്രങ്ങൾ വായിക്കുമ്പോൾ മീഖ 7-ാം അധ്യായത്തിന് ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അടുത്ത അതേ സ്തോത്രം അതേ ഒരു കാര്യം പറയും, എന്റെ ശത്രുവായവളെ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കണ്ട, ഞാൻ വീണുവെങ്കിലും എനിക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം എക്സ്പോസ് മീഡിയ മിനിസ്ട്രിയിൽ അതേ ദൈവവചനം കേൾക്കുന്ന അതേ സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം ഒരു വീഴ്ചക്കകത്തലങ്ങളിൽ അതേ ഒരു എഴുന്നേൽപ്പ് ദൈവം തരാൻ പോവുകയാണ്. വീണെന്ന് ശത്രു വിധി കൽപ്പിക്കുമ്പോൾ, അതെ നിന്റെ ശുശ്രൂഷയ്ക്ക് എന്തോ വീഴ്ച സംഭവിച്ചെന്ന് അതേ ശത്രു വിധി കൽപ്പിക്കുമ്പോൾ, ദേശം വിധി കൽപ്പിക്കുമ്പോൾ, അതേ ഭവനം വിധി കൽപ്പിക്കുമ്പോൾ, സഭ വിധി കൽപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ദൈവമക്കളോട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നീ വീണു എന്ന് ലോകം കൈയടിച്ച് സന്തോഷിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ അടുത്തത് ലോകം കാണാൻ പോകുന്നത് അതേ സ്തോത്രത്തിന്റെ വീഴ്ചയല്ല, അതേ നിന്റെ എഴുന്നേൽപ്പ് ലോകം കാണാൻ പോവുകയാണ്. വീഴ്ച കാണാൻ നോക്കി നിൽക്കുന്നവർ മുമ്പിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു എഴുന്നേൽപ്പ് അവർ കാണാൻ പോകും. നീ വീണതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വീണ് കിടക്കാനല്ല
തമ്പുരാൻ പറയുന്നത്, ആ വീഴ്ചക്കകത്ത് ഞാനൊരു എഴുന്നേൽപ്പ് തരാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അതേ സ്തോത്രം, നീ പല വിഷയത്തിൽ നീ വീണവരാകാം, സാമ്പത്തിക വിഷയത്തിൽ നീ വീണയാകാം, അതേ സ്തോത്രം, അതെ മറ്റുള്ള വേദന രഹിതമായ അനുഭവത്തിൽ വീണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അത് വേദന അനുഭവിക്കുന്ന വ്യക്തിത്വമാകാം. അതേ സ്തോത്രം, തലമുറയില്ലാത്ത പേരിൽ അത് നീ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമാകാം. നാളുകളെ കുറിച്ച് വേദനപ്പെടുന്ന അതേ സ്തോത്രം ഒരു വ്യക്തിത്വമാകാനിടയായി തീരും. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുക, അതെ അതിനകത്തളങ്ങളിൽ ദൈവം എന്നെ വീണ്ടും കരയിപ്പിക്കാനല്ല ദൈവം പറയുന്നത്, അതിനകത്തളങ്ങളിലേക്ക് ഒരു എഴുന്നേൽപ്പുണ്ട്. അതെ യേശുവിന്റെ നാമത്തിൽ അതെ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. അതെ എന്റെ സഭ എഴുന്നേൽക്കാൻ പോകുകയാണ്. അതെ എന്റെ തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവം എന്നിൽ കൂടെ ദൈവം ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. വീഴ്ചക്കകത്തൊരു എഴുന്നേൽപ്പുണ്ട് പ്രിയരെ. എന്തുകൊണ്ട് എഴുന്നേറ്റു? എങ്ങനെ എഴുന്നേറ്റത്? ഈ എഴുന്നേക്കാൻ കാരണം നീ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. നീ എഴുന്നേറ്റതിന്റെ നാം ഓരോരുത്തരും എഴുന്നേറ്റതിന്റെ പുറകിലെ കാര്യാദികളെ നോക്കിയാൽ നമുക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥനയാൽ എഴുന്നേറ്റു. ഒരു വ്യക്തിത്വം എഴുന്നേൽക്കണമെങ്കിൽ, ഒരു രാജ്യം എഴുന്നേൽക്കണമെങ്കിൽ, ഒരു പട്ടണം എഴുന്നേൽക്കണമെങ്കിൽ, അതേ സ്തോത്രം ഒരു സഭ എഴുന്നേൽക്കണമെങ്കിൽ, ഒരു കൂട്ടായ്മ എഴുന്നേൽക്കണമെങ്കിൽ, അതേ ഒരു കൂടപ്പുറപ്പ് എഴുന്നേൽക്കണമെങ്കിൽ അതിന് പുറകിൽ പ്രാർത്ഥനയുടെ ശക്തി ശക്തമായി വെളിപ്പെടുവാനിടയാക്കണം. പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ഒരു എഴുന്നേൽപ്പ് ദൈവത്തിൽ തരത്തുള്ളൂ. പ്രാർത്ഥനയില്ലാതെ ഒരു എഴുന്നേൽപ്പ് നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം അതേ സ്തോത്രം, അതേ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകൾ വായിക്കുമ്പോൾ ഭക്തന്മാരൊക്കെ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റവരാണ്. അവർ വീഴ്ചയിൽ നിന്നും, കാരണം അവർ എഴുന്നേൽക്കുവാൻ കാരണം അവരുടെ പുറയിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, അതേ സ്തോത്രം, നീ വീണു 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 എന്ന് പറയാതെ എനിക്ക് വീഴ്ചക്കകത്തൊരു എഴുന്നേൽപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അതെ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട് കേട്ടോ. സ്തോത്രം. അതെ നിങ്ങളുടെ സഭയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്. അതെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്. അതെ നിങ്ങളുടെ തലമുറയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്. അതെ നാളത്തെ ഭാവിയെ കുറിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതെ ശത്രു എന്തെല്ലാം വിധി കൽപ്പിച്ചോട്ടെ, ദേശം നിനക്ക് എന്തെല്ലാം വിധി പ്രഖ്യാപിച്ചോട്ടെ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവസഭയുടെ വിശ്വാസത്തോടെ പൂർണ്ണ നിശ്ചയത്തോടെ വിളിച്ചു പറയട്ടെ, അതെ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ സഭയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്. നീ ശൂന്യമാകത്തില്ല കേട്ടോ. അതെ നീ വരണ്ടു പോകത്തില്ല കേട്ടോ. അതെ നീ തളർന്നു പോകത്തില്ല കേട്ടോ. നീ വാടിയ മുഖത്തോടെ അല്ല ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അതെ ഈ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന അതെ എന്റെ സഹോദരനെ വിളിച്ചു പറയട്ടെ, അതെ മാതാവേ പിതാവേ ദൈവദാസനെ, നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. അതെ നമുക്കൊരു എഴുന്നേൽപ്പുണ്ട് യേശുവിന്റെ നാമത്തിൽ. പൗലോസ് ഗെരാരിന്റെ അല്ലെങ്കിൽ അല്ല സ്തോത്രം അതേ മെലിത്തയുടെ മണ്ണിൽ, ഇസാക്കും സ്തോത്രം അതേ ഗെരാരിലും പൗലോസ് മെലിത്തയുടെ മണ്ണിലും വീണവരായിരുന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച പൗലോസിന്റെ ഡെഡ് ബോഡി പൊക്കുവാൻ അതെ മെലിത്തക്കാർ റെഡിയായി കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവർ കണ്ണാൽ കാണുന്നത്, സ്തോത്രം വീണവൻ എഴുന്നേൽക്കുന്നു. ലോകം പൗലോസിനെതിരായി പറഞ്ഞു, നിന്റെ വീഴ്ച ഇവിടെ കൊണ്ട്, നിന്റെ അതേ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനം കുറിക്കുക. അതേ സ്തോത്രം അതേ നിന്റെ അതേ ആരാധന ഇവിടെ കൊണ്ട് അവസാനം കുറിക്കുക. നിന്റെ പ്രാർത്ഥന ഇവിടെ കൊണ്ട് അവസാനം കുറിക്കുക. നിങ്ങളുടെ കരമണി ഇവിടെ അവസാനം കുറിക്കുക എന്ന് അതേ ശത്രു വിധി കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേര് ആ വിധിയൊന്ന് മാറ്റിമറിക്കുന്ന ദൈവത്തോട് നിലവിളിക്കുന്നു. പൗലോസ് മെലീത്തയിലെത്തി. പത്രോസ് അതേ സ്തോത്രം അതേ അതേ സ്തോത്രം ഇവിടെ എന്ത് ചെയ്തു? കത്രുദാസിയുടെ എന്നുള്ള പറഞ്ഞാൽ പേടവൻ അർത്ഥമല്ല തബീതയുടെ അടുത്തെത്തി. അവൻ വീണു പോകുന്നു. അവന്റെ ശുശ്രൂഷകർക്ക് ഒരു മറുപടി ഉണ്ടാകത്തില്ല. ഇസാക്ക് ഗെരാരിൽ വീണുപോയി, ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് ഇവർക്കെതിരെ എല്ലാം ശത്രു വിധി കൽപ്പിച്ചതാ. ഗെരാരിന്റെ മണ്ണിൽ ഗെരാരിന്റെ മണ്ണിൽ അതേ ഇസാക്ക് ചെന്ന് അതേ പിതാക്കന്മാരുടെ അവകാശങ്ങൾ തുറക്കുവാൻ ചെന്നപ്പോൾ അവിടെയുള്ളതായ ശത്രുക്കൾ
വട്ടം കൂടി പറയുക, ഇത് ഞങ്ങളുടെ അവകാശമാണ്. വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്തവനെ പോലെ എന്ന് ലോകം വിധി കൽപ്പിച്ചപ്പോൾ അതേ ഇസാക്ക് കാല് വെച്ച ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. പത്രോസ് കാല് വെച്ചിടത്ത് അതേ തബീതയ്ക്കുള്ള എഴുന്നേൽപ്പുണ്ടാകുവാനിടയാ തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇസാക്ക് ഗരാരിൽ വന്നപ്പോൾ ആ ദേശക്കാർ ഇവനെ ഏത് വിധത്തിൽ ഓടിക്കാൻ നോക്കി. പക്ഷെ ആ ദേശത്തിന്റെ അകത്തളങ്ങളിൽ ഇസാക്കിനൊരു എഴുന്നേൽപ്പ് ഉണ്ടാകുവാനിടയാ തീർന്നു. പത്രോസ് അതേ തബീതയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പത്രോസ് മുഖാന്തരം, തന്റെ പ്രാർത്ഥന മുഖാന്തരം ദൈവം ആരെ എഴുന്നേൽപ്പിച്ചു? തബീതയെ എഴുന്നേൽപ്പിച്ചു. അടുത്തത് പൗലോസ് മെലീത്ത എന്ന സ്തോത്രം ആ ദേശത്തിന്റെ അഗാധങ്ങളിൽ താൻ കാണിച്ചപ്പോൾ സ്തോത്രം ആ ദേശത്തിന് ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകുവാനിടയാ തീർന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് തമ്മിൽ പറയുന്നു, എനിക്കൊരു എഴുന്നേൽപ്പുണ്ട്, എന്റെ ഭവനത്തിനൊരു എഴുന്നേൽപ്പുണ്ട്, എന്റെ സ്ഥലമുറയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്, എന്റെ സഭയ്ക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ നീ എഴുന്നേൽക്കുവാൻ കാരണം നീ ദൈവസ്ഥനെ കാത്തിരുന്നത് കൊണ്ടാണ്. നീ എഴുന്നേൽക്കുവാൻ കാരണം ദൈവസ്ഥനെ കാത്തിരുന്നത് കൊണ്ടാണ്. നീ ദൈവസ്ഥനിൽ ആരാധിച്ചത് കൊണ്ടാണ്. ദൈവസ്ഥനിൽ ഉപവസിച്ചത്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ തടസ്സം മാറട്ടെ, എല്ലാ തടസ്സം മാറട്ടെ, എല്ലാ തടസ്സം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നെറ്റ് കെട്ടാവുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഓ നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് ആ ദേശത്ത് ചെന്നപ്പോൾ പൗലോസിന്റെ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണവര്. പക്ഷെ പൗലോസ് അവിടെ ചെന്നപ്പോൾ ആ ദേശത്തിന്റെ എഴുന്നേൽപ്പ് പൗലോസ് കാണുവാനിടയാ തീർന്നു. പത്രോസ് കണ്ടത് തബീത എഴുന്നേൽക്കുന്ന കാഴ്ച. തബീത മുഖാന്തരം ദേശം എഴുന്നേറ്റു. ഇസാക്ക് മുഖാന്തരം ഗരാരിന്റെ സ്ഥിതി മാറി ഗരാർ എഴുന്നേറ്റു. സ്തോത്രം. ഇവർക്ക് മുമ്പിൽ ഒരു എഴുന്നേൽപ്പ് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഇടയിലും ഒരു എഴുന്നേൽപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു എഴുന്നേൽപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥന മനുഷ്യനായിരിക്കുന്ന നെഹമ്യാവ്. ഞാൻ ഏത് പ്രസംഗത്തിലും നെഹമ്യാവിനെ ഒന്ന് സ്തോത്രം പറയാതെ ഞാൻ പോവുകയില്ല. നെഹമ്യാവ് സ്തോത്രം യെരൂശലേമിന്റെ വീഴ്ച കണ്ട്, യെരൂശലേമിൻ്റെതായ അധപ്പതനത്തെ കണ്ട് ഒന്ന് വീണവനായിരുന്നു. സ്തോത്രം. നെഹമ്യാവ് 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സോദര, രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സുള്ളതായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ടും സ്തോത്രം വെന്തുകിടക്കെ എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. നോക്കിയേ, നെഹമ്യാവ് ആരാണ്? ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. രാജാവിന്റെ കാര്യാദികൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്തോത്രം എല്ലാ കാര്യാദികളിലും ഒരു സ്തോത്രം തെറ്റായ വാക്കുകൾ കേൾപ്പിക്കാതെ വിശ്വസ്തയോടുകൂടെ ദൈവത്തിനും മനുഷ്യനും വിശ്വസ്തയോടെ ജീവിച്ച ഒരു ഭക്തനാണ് നെഹമ്യാവ്. നെഹമ്യാവ് വളരെ പ്രാർത്ഥന മനുഷ്യനാണ്. പ്രാർത്ഥനയിൽ പ്രാർത്ഥന വീരനാണ് നെഹമ്യാവ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവന്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിന്റെ മുഖം യെരൂശലേമിന്റെ വാർത്ത, പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണമായ യെരൂശലേമിന്റെ ദുഃഖത്തെ കണ്ടു വായിച്ചപ്പോൾ സ്തോത്രം രാജാവിനോട് പറയാണ്, എന്റെ മുഖം എങ്ങനെ വാടാതിരിക്കും രാജാവേ? ഇത് മനോദുഃഖമല്ലാതെ വേറൊന്നുമല്ല. നിന്റെ മുഖം എന്നാ വാടിയിരിക്കുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇത് മനോദുഃഖമല്ലാതെ വേറൊന്നുമല്ല. ഉടനെ പ്രാർത്ഥിക്കുന്നവർ എതിർത്ത് പറയാതെ ഒരു പറഞ്ഞു കണ്ടത്, രാജാവ് ദീർഘായുസ്സുള്ളതായിരിക്കട്ടെ. ഓക്കെ, അടുത്തത് രാജാവിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട് നെഹമ്യാവോട് പറയുക, നിന്റെ അപേക്ഷ എന്താണ് പറ.
ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? അതേ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന നാം പലപ്പോഴും അതേ സ്തോത്രം വാടിയ മുഖത്തോടെ ഇരിക്കുന്ന പശ്ചാത്തലങ്ങൾ കടന്നു വന്നില്ലേ? അപ്പോഴും ലോകത്തിലുള്ള ശത്രുക്കൾ വിധി കൽപ്പിച്ചു, അതെ നിന്റെ ജീവിതം നീ വീണുപോയി. പക്ഷേ വീണു എന്ന് ശത്രു വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രാജാവ് നോക്കുക നിന്റെ അപേക്ഷ എന്താണ് നോക്കി. ഇത് പറഞ്ഞപ്പോ തന്നെ വീണെന്ന് ശത്രു വിധി കൽപ്പിച്ചത് അതെ ആ വീഴ്ചക്കകത്തുനിന്നൊരു എഴുന്നേൽപ്പ് അത് നെഹമ്യാവ് ചെയ്ത് നടക്കും. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയട്ടെ, അതെ നമുക്കൊരു എഴുന്നേൽപ്പുണ്ട്. നമ്മൾ വീഴാൻ വന്നവരല്ല, അതേ സ്തോത്രം നമ്മൾ എഴുന്നേൽക്കാൻ വന്നവരാണ്. നമ്മൾ സ്തോത്രം അതേ പരാജയപ്പെടാൻ വന്നവരല്ല, നമ്മൾ സ്തോത്രം വിജയം പ്രാപിക്കാൻ വന്നവർ. കാരണം നമ്മുടെ കർത്താവ് വിജയത്തിന്റെ രാജാവാണ്. നമ്മുടെ കർത്താവ് വിജയത്തിൻ്റെതായ അതേ സ്തോത്രം അത്ഭുത അധികാരിയാണ്. ആ ദൈവം നമുക്ക് തുണയാണ്. ആ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നാം പരാജയപ്പെട്ടു പോവാം. പക്ഷേ അവൻ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് എന്റെ ഹൃദയം ഭയപ്പെട്ടു പോകാത്ത ഇന്ന് രാത്രിയിൽ ആ മീക 7-ാം അധ്യായത്തിൽ 7-ാം വാക്യം ഇന്ന് രാത്രി ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാനോ യഹോവയിലേക്ക് നോക്കി. ഇന്ന് രാത്രിയിൽ അതേ വീണുപോ കിടക്കുമ്പോഴും അതേ സ്തോത്രം പരാജയപ്പെടുന്ന അവസ്ഥയിലും നമ്മുടെ നോട്ടം ദൈവത്തിലേക്ക് മാത്രം നോക്കുക. അതേ നമ്മുടെ പ്രാർത്ഥന ദൈവസ്ഥന് നമ്മൾ കൊടുക്കുക. ഇന്ന് രാത്രികാലം ആ ദൈവം നമ്മളെ നിന്റെ വീഴ്ചയിൽ, നമ്മുടെ വീഴ്ചയിൽ ഒരു വലിയ എഴുന്നേൽപ്പ് തരാൻ പോവുകയാണ്. സ്തോത്രം. ദാവീദ് വീണ് എന്ന് ലോകം വിധി കൽപ്പിച്ചതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. നെഹമ്യാവിന്റെ പിതാക്കന്മാരുള്ള അതേ കലറുകളുള്ള അതേ സ്തോത്രം യെരൂശലേം അതേ വെന്ത് തീ കൊണ്ട് അല്ലെങ്കിൽ അത് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ വീണു എന്ന് പറഞ്ഞ അതേ ശത്രു വീണു എന്ന് പറഞ്ഞ അതേ നെഹമ്യാവിനെ കൊണ്ട് തന്നെ ദൈവം പല ശുശ്രൂഷകൾ ചെയ്യിച്ചു. ഇന്ന് രാത്രിയിൽ അതേ എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, അതേ കൽപ്പിക്കുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം നമുക്കൊരു എഴുന്നേൽപ്പ് ദൈവമാണ്. സംശയിക്കാതെ നിങ്ങളോട് ഞാൻ വിളിച്ചു, നിങ്ങൾ സംശയിക്കരുത്. അതുകൊണ്ട് സംശയിക്കാതെ, തമ്മിൽ സംശയിക്കാതെ ഇന്ന് രാത്രി വിശ്വസിക്ക്, നമുക്ക് വേണ്ടി ഒരു എഴുന്നേൽപ്പ് ദൈവം തരാൻ പോകുക. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല രാത്രിയുടെ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവെ കടന്നു വന്ന് ഞങ്ങളുടെ വചനം സംസാരിപ്പാൻ അടികളെ ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ എക്സ്റോസ് കർത്താവെ എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച വിശേഷാൽ കർത്താവ് അവസരം ഒരുക്കി തന്ന ബാബാശ്രീ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. നിങ്ങളെ